നമസ്കാരം, എൻ്റെ പേര് ജോബ്സ് തോമസ്. ഇത് ആക്ച്വലി ലിബാറ്റ കോഫി പ്ലസ് എസ്പ്രസോ ഫാസ്റ്റക്. എസ്പ്രസോ ഫാസ്റ്റക്കിൽ നമ്മൾ എസ്പ്രസോ എൻജിനീയറിങ്, അത് റിപ്പയർ വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എസ്പ്രസോ ഫാസ്റ്റക്കിൽ ചെയ്യുന്നത്. ലിബാറ്റ കോഫി നമ്മളൊരു കോഫി റോസ്റ്റർ, നമ്മൾ കോഫി ഇമ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ റോസ്റ്റിംഗ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. വെൽക്കം, കമ്മൻ. അപ്പം ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് പല കൊമേഴ്ഷ്യൽ മെഷീൻസ് ഉണ്ട്, നമുക്ക് ഹോം യൂസ് മെഷീൻസ് ഉണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യും. നമ്മൾ ഷിപ്പ് ചെയ്യുന്ന ഹോൾ ന്യൂസിലാൻഡ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പര്, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും കേട്ടോ. വെബ്സൈറ്റ് www.espressofastec.co.nz. എനിവേ, ഇത് നമ്മുടെ ഹോം യൂസ് കോഫി മെഷീൻസ് ആണ്. ഇത് നമുക്ക് റോക്കറ്റ്, സ്റ്റോറിയ ലോഫ്റ്റ്. ഇത് നമ്മുടെ യുറേക്കയുടെ സ്മോൾ ഹോം യൂസ് ഗ്രൈൻഡേഴ്സാണ്. പിന്നെ അതിനുള്ള ആക്സസറീസ് ഇവിടെയുണ്ട്. ടാമ്പേഴ്സ് ഉണ്ട്, നോക്ക് ബോക്സ് ഉണ്ട്, കപ്സ്, ബ്രഷസ്, ക്ലീനിങ് ബ്രഷസ്, ഷോപ്പ് കപ്സ്, ഡോസിങ് കപ്സ്. വി സപ്ലൈ എവറിത്തിങ്. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോഫി ബീൻസ് പല വെറൈറ്റിയിലുള്ള പല ടേസ്റ്റ് പ്രൊഫൈലുള്ള ബ്ലെൻഡ്സാണ്. നമ്മളിവിടെ തന്നെ റോസ്റ്റ് ചെയ്ത് പല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. ഇത് നമ്മളിവിടെ തന്നെ ചെയ്യുന്ന പ്രൊഡക്ട്സാണ്. നമുക്ക് ലിബാറ്റയുടെ സുപ്രീമ ഉണ്ട്, ഓർഗാനിക് ബ്ലെൻഡ് ഉണ്ട്, നമുക്ക് കൊളംബസ് ബ്ലെൻഡ് ഉണ്ട്, പിന്നെ നമുക്ക് പെർഫെക്റ്റർ ഉണ്ട്. പെർഫെക്റ്റർ ഈസ് എ ഫാസ്റ്റ് മൂവിങ് വൺ. We got knock boxes, tamper mats, knock box again, brushes, chocolate powders. We supply everything. So it's like ഇതൊരു വൺ സ്റ്റോപ്പ് പ്ലേസ് ആണ്. നമുക്ക് അന്നേരം എല്ലാ സാധനവും നമുക്ക് സപ്ലൈ ചെയ്യാം. നമുക്ക് കോഫി മെഷീൻസ് ഉണ്ട്, യൂസ്ഡ് കോഫി മെഷീൻസ് ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് അധികം ബഡ്ജറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോഫി മെഷീൻസ് അവൈലബിൾ ആണ്. യൂസ്ഡ് അത് നമുക്ക് ഇപ്പോൾ ഫൈനാൻസ് അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഫൈനാൻസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഗ്രൈൻഡേഴ്സ്, നമുക്ക് മാസ ഗ്രൈൻഡർ ഉണ്ട്, നൈക്യാപ്പ് ഉണ്ട്, സ്മോൾ ഗ്രൈൻഡേഴ്സ് ഇവിടെയുണ്ട്. പിന്നെ ടാമ്പിംഗ് മെഷീൻസ് ഉണ്ട്. സൈപ്രസിൻ്റെ ടാമ്പർ മെഷീൻസ് ആണിത്. പിന്നെ ചെറിയ ഹോം യൂസ് ഗ്രൈൻഡേഴ്സ്, മാസർ ബ്രാൻഡ് ന്യൂ. വി സപ്ലൈ ഓൾ ദ ബ്രാൻഡ് ന്യൂ ഗ്രൈൻഡേഴ്സ് ചെയ്യും. മാസർ, പിന്നെ യുറേക്ക ഉണ്ട്, പിന്നെ മിത്തോസ് ഉണ്ട്. മിത്തോസിൻ്റെ 2 ഉണ്ട്. നമുക്ക് മിത്തോസ് 1 ഉണ്ട്, അത് മിത്തോസ് 2 ഹൈ എൻഡ് മെഷീൻസ്, ഹൈ എൻഡ് ഗ്രൈൻഡേഴ്സ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് പാർട്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് പമ്പിൻ്റെ, അതായത് കോഫി മെഷീനകത്തുള്ള വാട്ടർ പമ്പിൻ്റെ പാർട്സും, പിന്നെ സ്റ്റീം വൺസിൻ്റെ ഗ്യാസ്കറ്റ്സ്, ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വാട്ടർ ഫിൽറ്റേഴ്സ് ഉണ്ട്, നമുക്ക് കപ്സ്, സോസേഴ്സ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്സസറീസ്. പിന്നെ നമുക്ക് കോഫി ഉണ്ടാക്കുന്ന, അതായത് സമ്മൺ വാണ്ട് ടു ട്രാവൽ, നമുക്ക് വീക്കോൺസ് ഉണ്ട്, ഹാൻഡ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്, ഫിൽറ്റർ കോഫിയുടെ സപ്ലൈ ഉണ്ട്. നമുക്ക് ബോറോസിലിക്കേറ്റ്, ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ സൈഫോൺ, ദിസ് ഇസ് ഓൾ ട്രഡീഷണൽ കോഫി മേക്കിംഗ് സ്റ്റാഫ്. സൈഫോൺ, ഇതിനകത്ത് ഞാൻ ഒരു ദിവസം ഞങ്ങൾക്ക് കോഫി ഉണ്ടാക്കി കാണിക്കാം. ഇതിൻ്റെ പേര് പഴയ രീതിയിൽ സൈഫോൺ വെച്ച് കോഫി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് ഗ്രൈൻഡേഴ്സ് ഉണ്ട്, മൊക്ക പോട്ട്സ് ഉണ്ട്, ബേലാറ്റിയുടെ മൊക്ക പോട്ട്സ് ഉണ്ട്, പിന്നെ ഫിൽറ്റർ കോഫീസ് ഉണ്ട് പാക്ക്. പിന്നെ നമുക്ക് സ്കെയിൽസ് അവൈലബിൾ, കപ്പിംഗ് ഗീസ്. ഇപ്പം നിങ്ങളൊരു കോഫി റോസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കപ്പിംഗ് ഗീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോഫി കപ്സ് അവൈലബിൾ ആണ് കപ്പിങ്ങിന്. പിന്നെ ട്രേസ് ഫോർ ദ ബെയിൻ. നിങ്ങളൊരു കോഫി റോസ്റ്റേഴ്സിന് വേണ്ട ഗീസ് നമ്മുടെ ഇപ്പം കപ്പിംഗ് സ്പൂൺസ് അവൈലബിൾ ആണ്. പിന്നെ റോസ്റ്റേഴ്സിന് ബെയിൻസ് ചെക്ക് ചെയ്യേണ്ട ട്രേസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്കൊരു കോഫി ഉണ്ടാക്കിയാലോ? എനിക്ക് ആക്ച്വലി ഒരു കോഫി കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് വൈറ്റ് ഉണ്ടാക്കാവേ. സോ ഫ്ലാറ്റ് വൈറ്റ്, ഇറ്റ്സ് എ മിൽക്ക് കോഫി. എൻ്റെ ഫേവറേറ്റ് ആക്ച്വലി ലോങ് ബ്ലാക്കോ അമേരിക്കാനോ ബ്ലാക്ക് കോഫിയോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലാറ്റ് വൈറ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് ഫോളോ മീ.
ഇതൊക്കെ പാർട്സ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാം പാർട്സ്, ബെയിലിങ്സ്, സപ്ലൈ, കട്ട്സ്, യു ഗോട്ട് എവറിത്തിങ്. സോ വി ഹാവ് പ്ലഞ്ചേഴ്സ്, വി ഹാവ് ഇതൊക്കെ നമ്മുടെ തന്നെ പ്രോഡക്ട്സാണ്. ഇതൊക്കെ 2 ഗ്ലേസ് പ്ലഞ്ചേഴ്സ്, ഡബിൾ ഗ്ലേസ് പ്ലഞ്ചേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ്. നമുക്ക് പിങ്ക് കളേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, പിന്നെ ഗ്രേ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ 1 ലിറ്ററിൻ്റെ ആണ്. നമുക്ക് 8, 1.2 ഹാരിയോ ഗ്രൈൻഡേഴ്സ്, ഹാരിയോ ഹാൻഡ് ഗ്രൈൻഡേഴ്സ്, നോക്ക് ബോക്സസ്, ക്ലീനിങ് പ്രോഡക്ട്സ്. നമുക്ക് പ്യൂലിയുടെ ക്ലീനിങ് പ്രോഡക്ട്സ് ഉണ്ട്. വി ഗോട്ട് ഓൾ ദ സ്റ്റഫ് ഹിയർ. ക്ലീനിങ് പ്രോഡക്ട്സോ പേപ്പർ ഫിൽറ്റേഴ്സോ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കം ലെറ്റ്സ് മേക്ക് കോഫി. സോ ഇത് നമ്മുടെ ആക്ച്വലി ഓൾ ഡിഫറെൻറ്റ് ബ്ലെൻഡ്സ് ആണ് ഈ ഗ്രൈൻഡറിനകത്തുള്ള ഇരിക്കുന്നത് കേട്ടോ. ഇത് സെസ്വാര ഡിക്കാഫ്, ഇത് നമ്മുടെ ഇമ്പാക്റ്റ് പെർഫെക്റ്റോ ബ്ലെൻഡ് ഉണ്ട്, സുപ്രീമോ ഉണ്ട്, നമുക്ക് ഓർഗാനിക് ബ്ലെൻഡ് ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ ഇതിൻ്റെ പ്രൊഫൈൽ ചെയ്തിരിക്കുന്ന പല പ്രൊഫൈലാണ് നമ്മൾ റോസ്റ്റിങ് നടത്തിയിരിക്കുന്നത്. റോസ്റ്റിങ്, അതിൻ്റെ ബ്ലെൻഡിങ്, ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റിനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഓരോന്നിനെയും പല ബ്ലെൻഡ്സായിട്ട് വിളിക്കുന്നത്. നമുക്കൊരു 13 ഒറിജിൻസ് മിക്സ് ചെയ്ത് പല രീതിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്ഷനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കോഫി ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് ഡോസിങ് കപ്പ്. അപ്പോൾ ഈ കപ്പിനകത്ത് ആക്ച്വലി ഇത് ഡോസ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അങ്ങനെ വെയിൽ ചെയ്യും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വെക്കുക. നമുക്ക് ആക്ച്വലി 20 ഗ്രാം ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡബിൾ ഷോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് അപ്പോൾ 20 ഗ്രാം എടുത്തിട്ട് ഇത് 20 ഗ്രാമാണ്. അപ്പോൾ 20 ഗ്രാം എടുത്തിട്ട് നമുക്ക് 40 ml ഷോട്ടാണ് ആവശ്യമുള്ളത്. അപ്പം ആക്ച്വലി നമ്മളിത് ഒന്ന് ക്ലീൻ ചെയ്യുക. പുറത്തോട്ട് ലുക്ക് വെരി ക്ലീൻ. നമുക്ക് ഡോസ് അതിനകത്ത് ഇടുക. അപ്പോൾ അത് ആക്ച്വലി വല്ലാതെ അതിനകത്ത് കിടക്കുന്ന ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടില്ല. ലുക്ക്, അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരാണ് നീഡിൽ ഡിസ്ട്രിബ്യൂട്ടർ. സോ ഇത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക. അപ്പോൾ അതങ്ങ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട്. പിന്നെ നമ്മൾ ഇത് ഒരു ഫ്ലാറ്റ് ആക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കം സ്ട്രൈറ്റ്. പിന്നെ ഇതിൻ്റെ പേരാണ് പാം ടാമ്പർ. ഇത് എൻ്റെ ഉണ്ടായിരുന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ കോഫി തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു ടാമ്പറാണ്. എൻ്റെ പെയിൻ്റൊക്കെ പോയി. ഓക്കെ, സോ ദാറ്റ് വൺ ഇസ് എ പാം ടാമ്പർ. ദിസ് ഇസ് ലൈക്ക് എ dynametric tamper. So every time when you do inside that portafilter, it goes like 1 click. That will be consistent. പക്ഷേ നമുക്കിവിടെ ആക്ച്വലി പക്ക് പ്രസ് എന്ന് പറഞ്ഞ ഒരു ടാമ്പർ, ഓട്ടോമാറ്റിക് ടാമ്പിങ് മെഷീൻ, അങ്ങനെ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ടാമ്പ് ചെയ്ത് കിട്ടും. കേട്ടോ, ഇതിപ്പോൾ ഇവൻലി ടാംപ്ഡ് ആണ് ഇൻസൈഡ്. അപ്പം പിന്നെ നമുക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് പോട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പം ഷോർട്ട് ക്ലാസ് എടുക്കുന്നു. ഇത് മാനുവൽ കോഫി മെഷീൻ. ഐ ലൈക്ക് മാനുവൽ. സോ എവറി ടൈം ഐ വാണ്ട് ടു ഡു ആൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കോഫി. സീ ദ ഷോട്ട്സ് ഇറ്റ്സ് കമ്മിങ് ഈവൻലി ഡൗൺ. അത് ഫാസ്റ്റ് ആകാൻ പാടില്ല, എന്നാൽ ഡ്രോപ്പായിട്ടും വരാൻ പാടില്ല. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു നമ്മൾ തുള്ളിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ബേണായി പോകും കോഫി. പിന്നെ ഇത് ഫാസ്റ്റായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു കഴിച്ച ചുവയായിരിക്കും. അപ്പം 40 ml ഷോട്ട് കിട്ടി, ഏകദേശം 26 seconds. അപ്പം അതാണ് അതിൻ്റെ ഒരു ടൈമിങ്ങും അതിൻ്റെ റേഷ്യോ. ലുക്ക് അറ്റ് ദ crema, it's looking beautiful. അപ്പം നമുക്കൊരു കപ്പ് എടുക്കാം, ഒരു സോസർ എടുക്കാം. നമുക്കിത് നേരെ കപ്പിലോട്ട് മാറ്റി നമുക്ക് പാൽ ഒഴിക്കാം. So we're going to make a small coffee. I want a strong coffee. So a small coffee. So ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല, ചെറിയ പാൽ മതി. നമുക്ക് പാലൊഴിച്ചു. എന്നിട്ട് വന്നതിന് ശേഷം ഇതിൻ്റെ പേര് സ്റ്റീം വാണ്ട് കേട്ടോ. സ്റ്റീം വാണ്ടിനകത്തൊന്ന് ഇച്ചിരി വെള്ളം കാണിച്ചു, അത് നമുക്കൊന്ന് പോച്ച് ചെയ്ത് കളഞ്ഞിട്ട് വെക്കുക. ഒരു 30 degree ആംഗിളിൽ. ഇത് ഒരു കാലത്ത് മിഡിൽ വരാൻ പാടില്ല.
മിഡിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൂളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര ഫോമൊക്കെ ആകും. അപ്പം നല്ല ടെക്സ്ചർ നമുക്ക് ആക്ച്വലി അതിന് നല്ല ടെക്സ്ചർ ഉണ്ടാക്കണം. അപ്പോൾ ടെക്സ്ചർ ഉണ്ടാക്കണേ നമ്മൾ ഇതിനകത്ത് റൗണ്ട് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു പൂള് പോലെ റൗണ്ട് സി അതെ പുഷ് ചെയ്ത് റൗണ്ട് ഒരു 30 ഡിഗ്രി ആംഗിളിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കുക. റൗണ്ട് ഒരു 55 ഒരു ഹാൻഡ് ചൂടായി. ഇപ്പോൾ നമ്മൾ അടി തൊടുമ്പോൾ നമുക്ക് ഒരു ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 55 വി സ്റ്റോപ്പ് ഇറ്റ്, ഡോണ്ട് ബേൺ ദ മിൽക്ക്. അതിനുശേഷം ഇതിനകത്തെ പാല് നമ്മൾ ഈ തുണി ഇങ്ങനെ പൊതിച്ചിട്ട് അടിച്ചു കളയുക. ലുക്ക് അറ്റ് ദ ടെക്സ്ചർ. നമുക്കൊരു നല്ല ക്രീമി ടെക്സ്ചർ. ഫ്ലാറ്റ് വൈറ്റ് ഓൺലി നീഡ് 5 mm ഓഫ് ഫോം. സോ നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ കപ്പ് ഇങ്ങനെ എസ്പ്രസോ എന്ന കാര്യം എടുക്കുക, ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഒഴിച്ച് നമുക്കെന്നൊരു ഡിസൈൻ ഉണ്ടാക്കുക. പല നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാം. ഇവിടെ പുഷ് ചെയ്യുക. ഡൺ. സോ ഫ്ലാറ്റ് വൈറ്റ് ഇസ് റെഡി. അപ്പം അതാണ് ഫ്ലാറ്റ് വൈറ്റ്. അപ്പം ഞാനൊന്ന് കുടിക്കട്ടെ. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. നൈസ്, വെരി ഗുഡ്. നല്ല സ്ട്രോങ് കോഫി, നല്ല ടെക്സ്ചർ. അതാണ് നമ്മുടെ കോഫി. പിന്നെ നമ്മളിവിടെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് റോസ്റ്റിംഗ് സ്ഥലം കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ കോഫി മെഷീൻസ് പ്രിപ്പയർ ചെയ്യാനും സർവീസ് ചെയ്യാനും കൊണ്ടുവരുന്നതൊക്കെ. ഇതാണ് നമ്മുടെ റോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന സ്ഥലം. ഇത് നമുക്ക് വലിയ റോസ്റ്ററുണ്ട്, പിന്നെ സ്മോൾ ബാച്ചസ് ചെയ്യുന്ന ചെറിയ റോസ്റ്റേഴ്സും ഉണ്ട്. 2 റോസ്റ്റർ, പിന്നെ നമുക്ക് വേറൊരു സ്പെയർ റോസ്റ്ററും ഉണ്ട്. അതാണ് ഇന്നത്തെ കഥ. ഇനിയും നമുക്ക് കൂടുതൽ നല്ല നല്ല കോഫികൾ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ഇനി ആർക്കെങ്കിലും കോഫിയെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ബീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ന്യൂസിലാൻഡ് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പ് ചെയ്യും. അത് വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇന്നത്തെ കോഫി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സുപ്രീമോ എന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പല ബ്ലെൻഡിന് പല ടേസ്റ്റ് പ്രൊഫൈൽസ് ഉണ്ട്. ഇത് നല്ല ഒരു സ്മൂത്ത് ബ്ലെൻഡാണ്. നല്ല ഒരു മീഡിയം ബോഡി, ഫുൾ ബോഡിയല്ല, മീഡിയം ബോഡി. മറ്റുള്ള ബ്ലെൻഡ് ചിലപ്പം ഒരെണ്ണം എക്സാമ്പിളിലേക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ നല്ല സ്ട്രോങ് ബോഡി ആയിരിക്കും. അതുപോലെ തന്നെ ഓർഗാനിക് ബ്ലെൻഡും അതുപോലെ സ്ട്രോങ്. പക്ഷേ ഇത് കൂടുതലും ലോങ് ബ്ലാക്ക്, ഇപ്പോൾ കുറച്ച് മിൽക്കൊക്കെ ആണെങ്കിൽ ദിസ് ഇസ് സോ ഗുഡ്, സോ സ്മൂത്ത്, വെൽ ടെക്സ്ചേർഡ്, നല്ല ഒരു കോഫിയാണ്. Look at that. It's pretty nice. Well, it's good coffee. Good coffee. Okay. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഓരോ കോഫി, ഇപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് എങ്ങനെ ലോങ് ബ്ലാക്കും അമേരിക്കനൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സീ യു നെക്സ്റ്റ്. ബൈ.